വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്ന KSRTC ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്ര ഒരു മാസം പിന്നിടുമ്പോൾ ലാഭത്തിലെന്ന് കണക്കുകൾ. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനവാണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. അതേസമയം പദ്ധതിക്കായി സർക്കാർ അനുവദിക്കേണ്ട തുക നൽകിയില്ലെങ്കിൽ KSRTC പ്രതിസന്ധിയിലാകും. സ്ത്രീകളുടെ യാത്രകൾക്ക് കൂടുതൽ ഊർജ്ജമേകുകയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. പ്രാബല്യത്തിൽ വന്ന് ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാന വ്യാപകമായി വലിയ സ്വീകാര്യതയാണ് പദ്ധതിക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വിവിധ റൂട്ടുകളിലായി ഒരു മാസം കൊണ്ട് 14 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തപ്പോൾ വിറ്റഴിഞ്ഞത് 3,51,00,000 രൂപയുടെ ടിക്കറ്റാണ്. നേരത്തെ KSRTC ബസ്സുകളിൽ സഞ്ചരിച്ചിരുന്നതിന്റെ ഇരട്ടി സ്ത്രീകളാണ് പദ്ധതി ആരംഭിച്ച ശേഷം യാത്ര ചെയ്യുന്നത്. മികച്ച പ്രതികരണമാണ് പബ്ലിക്കിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളും മറ്റ് യാത്രക്കാരുടെ അടുത്തും നല്ല പ്രതികരണമാണ് വന്നത്. അതുകൊണ്ട് തന്നെ സർവീസുകളൊന്നും മുടക്കം കൂടാതെ പോകുന്നുണ്ട്. യാത്രക്കാരും നമ്മളെ പലതും ടൗൺ ടു ടൗൺ സ്റ്റോപ്പുകളുള്ള സർവീസുകളാണ്. സ്റ്റോപ്പുകളെല്ലാം കുറവുള്ള സർവീസാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാർ നമ്മളെ നിയമങ്ങളൊക്കെ പാലിച്ച് പോകുന്നുണ്ട്. പബ്ലിക്ക് നല്ല സപ്പോർട്ടാണ് വരുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വരുമാനവും ഏകദേശം ഒരു 2.5-3 ലക്ഷം വരെ ശരാശരി നമുക്ക് കൂടിയിട്ടുണ്ട്. ജില്ലയിൽ താമരശ്ശേരി ഡിപ്പോയിലാണ് ഏറ്റവും അധികം സ്ത്രീകൾ പദ്ധതി ഉപയോഗിച്ചത്. 5,40,000-ലധികം യാത്രക്കാരിലൂടെ 1,32,00,000 രൂപയുടെ ടിക്കറ്റ് നൽകി. വയനാട്ടിലേക്ക് കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യാനെത്തുന്നതാണ് താമരശ്ശേരിക്ക് ഗുണകരമായത്. കൊട്ടിയൂർ, ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ ദർശനങ്ങൾക്കായും കൂടുതൽ സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്നുണ്ട്. ജില്ലയിലാകെ 154 പ്രിയദർശിനി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ട് ദീർഘദൂര സർവീസുകളാണ്. അതായത് പാലക്കാട്, വയനാട്, ഗുരുവായൂർ, അതെല്ലാം ദീർഘദൂര സർവീസാണ്. ശരാശരി ഒരു 100-120 രൂപേൻ്റെ മുകളിലേക്കുള്ള യാത്രകളാണ്. അതുകൊണ്ട് അതാണ് ഷോർട്ട് ഡിസ്റ്റൻസ് സർവീസുകൾ നമുക്ക് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉള്ളത് തന്നെ MVR ക്യാൻസർ സെൻറ്റർ, മുക്കം, ആ ഭാഗങ്ങളിലേക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓർഡിനറിയിലെ ദീർഘദൂര സർവീസുകളാണുള്ളത്. പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് ദിവസേന 75,000-ൽ താഴെ യാത്രക്കാരാണ് ഓർഡിനറി സർവീസുകളെ ആശ്രയിച്ചിരുന്നത്. ഒരു മാസത്തിനിടയ്ക്ക് ഇത് 1,21,000-ലേറെയായി. ഒരു മാസം കൊണ്ട് ഏതാണ്ട് 46,000 പുതിയ യാത്രക്കാരെ കൂടി ഓർഡിനറി സർവീസുകളിലേക്ക് ആകർഷിക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞു. പ്രതിദിന വരുമാനത്തിലും 10 ലക്ഷത്തിലേറെ രൂപയുടെ വർധനയുണ്ടായി. കോഴിക്കോട് ഡിപ്പോയിലെ 32 ബസ്സുകളിൽ നിന്ന് നേരത്തെ 20 ലക്ഷം രൂപയാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്നത് 24 ലക്ഷമായി. തിരുവമ്പാടിയിൽ 5 ലക്ഷത്തിൽ നിന്നും 7 ലക്ഷമായും, തൊട്ടിൽപ്പാലത്ത് വരുമാനം 6-ൽ നിന്ന് 9 ലക്ഷമായും, വടകരയിൽ 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷവും, താമരശ്ശേരിയിൽ 7 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായും വരുമാനം ഉയർന്നു. വരും മാസങ്ങളിലും ഇത് തുടർന്നാൽ KSRTC കൂടുതൽ ലാഭത്തിലാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ സീറോ ടിക്കറ്റിന്റെ പണം കൃത്യമായി സർക്കാരിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ബോർഡ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തും. ന്യൂസ് മലയാളം, കോഴിക്കോട്.